അത് ഞാൻ വൈദ്യുതി മന്ത്രിയിലേക്ക് പോവുകയാണ്. ശ്രീ കൃഷ്ണൻകുട്ടി, സംസ്ഥാനത്താകെ ഇപ്പോൾ കനത്ത ചൂടാണ്. ഇതിനിടയിൽ രാത്രി കറന്റ് പോകുന്നത് തുടർച്ചയാകുന്നുണ്ട്. ഈ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ലോഡ് ഷെഡിംഗ് നടപ്പാക്കിയതാണോ? സംസ്ഥാന വ്യാപകമായി ലോഡ് ഷെഡിങ്ങോ പവർ കട്ടോ ഏർപ്പെടുത്തേണ്ട സാഹചര്യം ഇപ്പോൾ നിലവിലില്ല. സംസ്ഥാന വ്യാപകമായി വൈദ്യുതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താതെ തന്നെ മുന്നോട്ട് പോകാൻ കേരളത്തിന് സാധിക്കുമെന്ന വസ്തുതയാണ്. സംസ്ഥാന വൈദ്യുതി ഉപയോഗം ക്രമാതീതമായി കുതിച്ചുയരാൻ നിരവധി കാരണങ്ങളുണ്ട്. ഒന്ന്, പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിലുണ്ടായ ഊർജ്ജ പ്രതിസന്ധി മൂലം പാചകവാത ലഭ്യതയിൽ വൻതോതിൽ കുറവുണ്ടായിട്ടുണ്ട്. ഇത് ഇഞ്ചക്ഷൻ കുക്കറുകളുടെ വ്യാപനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ ഇഞ്ചക്ഷൻ കുക്കറുകളുണ്ടായ വിൽപ്പന വർധനവ് പരിശോധിച്ചാൽ തന്നെ ഇത് ബോധ്യമാകും. രാജ്യത്ത് തന്നെ വൈദ്യുതി വാഹനങ്ങൾക്കിടയിൽ വിൽപ്പനയിൽ ഏറ്റവും കൂടുതൽ വർധന രേഖപ്പെടുത്തുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. വൈദ്യുതി വാഹനങ്ങൾ രാത്രികാലങ്ങളിൽ ചാർജ് ചെയ്യുമ്പോൾ വൈദ്യുതി ഉപയോഗം കുതിച്ചുയരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ വർഷങ്ങളുടെ ചൂട് ക്രമാതീതമായി ഉയർന്നത് എയർ കണ്ടീഷണറുടെ വിൽപ്പനയിലും ഉപയോഗത്തിലും വർധനവുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തിൽ വെച്ച് 6195 മെഗാവാട്ടിൻ്റെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇക്കാരണങ്ങൾ വൈദ്യുതി ഉപയോഗം സംസ്ഥാനത്ത് കുതിച്ചുയരുന്നുണ്ട്. വൈദ്യുതി ആവശ്യകത കുതിച്ചു വരുമ്പോൾ ഉയർന്ന സമ്മർദ്ദം താങ്ങാനാവാതെ ചില പ്രസരണ ലൈനുകൾ ട്രിപ്പാകുന്ന സ്ഥിതിവിശേഷം രാത്രികാലങ്ങളിൽ ചെറിയ ഇടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ പരമാവധി 15-20 മിനിറ്റിനകം വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ KSEBക്ക് കഴിയുന്നുണ്ട്. മറ്റു സംസ്ഥാനങ്ങളെ KSEB ഏറ്റിരുന്ന സാപ്പ് കരാറുകളുടെ കാലാവധി കഴിഞ്ഞാൽ ഇതുവരെ ഏകദേശം 400 മെഗാവാട്ടിൻ്റെ കുറവ് വൈദ്യുതി ലഭ്യതയിലുണ്ടായിട്ടുണ്ട്. രാത്രി 9 മണി മുതൽ 10 വരെ ഇഞ്ചക്ഷൻ കുക്കറുകളുടെയും വൈദ്യുതി വാഹനങ്ങളുടെയും മറ്റ് പകൽ സമയങ്ങളിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി ഉപകരണങ്ങളുടെയും ഉപയോഗത്തിലും ചെറിയ തോതിലുള്ള നിയന്ത്രണം സ്വയം പാലിച്ചാൽ നമുക്ക് ഈ പ്രതിസന്ധി വളരെ സുഗമമായി തരണം ചെയ്യാൻ സാധിക്കുന്നതാണ്. എല്ലാ ഉപഭോക്താക്കളുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. ഉപഭോഗം കൂടി എന്നുള്ളത് ഒരു പ്രശ്നമാണെന്ന് അങ്ങ് സമ്മതിക്കുകയാണല്ലോ മിനിസ്റ്റർ. ഇപ്പോൾ പീക്ക് അവറിൽ ഉപഭോഗം കുറയ്ക്കണമെന്ന് KSEBയും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നിയന്ത്രണം വേണ്ടി വന്നിരിക്കുന്നു എന്ന് സമ്മതിക്കലല്ലേ അത്? നിയന്ത്രണമല്ല, ഇപ്പോൾ ഒരു AC വയ്ക്കുന്ന വീട്ടിൽ 4 AC വയ്ക്കുന്നത്. ഇഞ്ചക്ഷൻ കുക്കറും ഒക്കെ വൈകുന്നേരമാണ് ഉപയോഗിക്കുന്നത്. ഗ്യാസിൻ്റെ പ്രശ്നം വന്നപ്പോൾ നമ്മളൊന്നും പ്രതീക്ഷയാണല്ലോ. 5500 മെഗാവാട്ടായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്. ഇപ്പോൾ 6975 മെഗാവാട്ട് വന്നിട്ടും നമുക്ക് മതിയാകുന്നില്ല. ഗ്രൈൻഡർ, വാഷിംഗ് മെഷീൻ ഇതൊക്കെ വൈകുന്നേരം ഉപയോഗിക്കുമ്പോൾ സ്വയം വരുന്ന നിയന്ത്രിക്കണ്ടേ. വരുമ്പോൾ ഓവർലോഡ് ആകുമ്പോൾ ട്രിപ്പാകുകയാണ്. അതിനാണ് വൈദ്യുതി കട്ടല്ല വരുന്നത്. ഒരു ട്രാൻസ്ഫോർമറിൻ്റെ കപ്പാസിറ്റിയിൽ കൂടുതൽ അവിടെ ലോഡ് വരുമ്പോൾ തനിയെ ട്രിപ്പാകും. അത് 10 മിനിറ്റ് എല്ലാവരും ഓഫാക്കുമ്പോൾ അത് ഓൺ ചെയ്യുകയും ചെയ്യും. ഇതാണ് ഇപ്പോൾ അതിൻ്റെ സ്ഥിതി. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും അതല്ലല്ലോ. ഈ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങേണ്ടുന്ന സാഹചര്യം ആയി കഴിഞ്ഞോ? ഇപ്പോൾ വാങ്ങേണ്ട വരും. അതിപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ്റെ തീരുമാനത്തിന് വിട്ടിരിക്കുകയാണെന്ന് തീരുമാനിച്ചിട്ടുണ്ടെന്നുള്ളതാണ് കേട്ടത്. അത് വന്നാൽ പിന്നെ പ്രശ്നം തൽക്കാലം നമുക്ക് അവസാനിപ്പിക്കാം. വൈദ്യുതി നമ്മൾ കൂടുതൽ ചിലപ്പോൾ വില മാർക്കറ്റിൽ നോക്കിയിട്ടല്ലേ വില മേടിച്ചിട്ട് കൊടുക്കുന്നത്. അതിനുള്ള പെർമിഷന് വേണ്ടി ചോദിച്ചിട്ടുണ്ട്. റെഗുലേറ്ററി കമ്മീഷൻ സമ്മതം തരുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഈ വൈദ്യുതി ലഭ്യത മഴ ലഭ്യതയുമായൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നത് തന്നെയാണ്. പക്ഷേ ഈ സർക്കാർ പവർ കട്ടില്ലാത്ത 10 വർഷം എന്നാണ് പ്രധാനമായും പറഞ്ഞത്. പവർ കട്ട് എന്തെന്നറിയാത്ത ഒരു തലമുറ ഉണ്ട് എന്നും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉടനീളം അവകാശവാദം ഉന്നയിച്ചവരാണ്. ഈ സാഹചര്യം ഡ്രിപ്പാകുന്നത് അതല്ലല്ലോ. ഈ പ്രകൃതി ഇങ്ങനെ ക്ഷോഭിക്കുന്നുള്ളത് ആരും അറിയില്ലല്ലോ. പ്രകൃതി ഇങ്ങനെ വരുന്ന ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? 10 കൊല്ലം ഉണ്ടാകാത്തതല്ലേ വന്നത്. പ്രകൃതിയുടെ പ്രകൃതിയുടെ ക്ഷോഭത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരിക്കലും ഉണ്ടാകാത്തതല്ലേ പ്രകൃതി വന്ന് കൂടിയിരിക്കുന്നത്. അതുകൊണ്ടുള്ള പ്രശ്നമാണ്. ഇപ്പോൾ ഇടിവീട്ടിലും മഴ വെയിലും വരുമ്പോൾ നമുക്ക് തടഞ്ഞു നിൽക്കാനൊന്നും പറ്റില്ലല്ലോ. അല്ലെങ്കിൽ നിങ്ങളുടെ വാർത്ത കൊണ്ട് തടഞ്ഞു നിൽക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അതാണ്. എന്നാലും നമുക്കെന്താ വെച്ചാൽ നമ്മുടെ ഉൽപ്പാദനം നമുക്ക് വർദ്ധിപ്പിക്കാണ്ട് നമുക്ക് രക്ഷയില്ല. നമുക്ക് സാധ്യത ധാരാളമുണ്ട്. കേരളത്തിൽ തന്നെ മറ്റ് ഇന്ത്യയിലുള്ള ഒരു സ്റ്റേറ്റിനേക്കാളും താല്പര്യമുള്ള 3000 TMC വെള്ളമുണ്ട്. നമ്മളെല്ലാം കൂടി 300 TMC ആണ് ഉപയോഗിക്കുന്നത്. ഒരു ഹൈഡ്രൽ പ്രോജക്റ്റ് വരാനും സമ്മതിക്കില്ല. ഇപ്പോൾ 10 കൊല്ലത്തിൻ്റെ ഇടയിൽ 173 മെഗാവാട്ട് ഉൽപ്പാദനം
നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിച്ചു. അത് വലിയ കാര്യമാണ്. 30 കൊല്ലം 40 കൊല്ലമായി കിടക്കുന്ന പ്രോജക്റ്റുകളാണ് നമ്മളിപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തത്. അങ്ങനെ നമുക്ക് ഹൈഡ്രൽ പ്രോജക്റ്റ് ഇപ്പോൾ കർണാടകത്തിൽ നിന്ന് 147 TMC വയനാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്, കേരളത്തിൽ നിന്ന്. അതിൽ നമുക്ക് 30 TMC അനുവദിച്ചിട്ടുണ്ട്. അതും ഉപയോഗിക്കാൻ സമ്മതിക്കില്ല നമ്മളിവിടുത്തെ മാധ്യമങ്ങൾ. കാരണം അവിടെ കാക്ക പറക്കാൻ തടസ്സമുണ്ടെന്ന് പറഞ്ഞ് വാർത്ത വരും, പിറ്റേ ദിവസം ആ പ്രോജക്റ്റ് നിൽക്കും. ഇപ്പോൾ നോക്കിക്കോളേ. അതേപോലെ പറമ്പിക്കുളത്ത് നിന്ന് 40 TMC വെള്ളം പോകുന്നുണ്ട് തമിഴ്നാട്ടിന്. ഇലക്ട്രിസിറ്റി അവർക്ക് ഉൽപ്പാദിപ്പിക്കാൻ കൊടുത്തു, പോട്ടെ. അതേപോലെ മുല്ലപ്പെരിയാർ 41 TMC വെള്ളം പോകുന്നുണ്ട്. അതിൽ ഇലക്ട്രിസിറ്റിയും ഉപയോഗിക്കാൻ കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട്. നമ്മുടെ വെള്ളം നമ്മുടെ പ്രദേശമെല്ലാം. ഇതൊന്നും അപ്പം മിച്ചമുണ്ടെന്ന് പറഞ്ഞുള്ള കാലത്തുള്ള എഗ്രിമെൻ്റ് ഉണ്ടാക്കിയതാണ്. അതിൻ്റെ ദോഷവും ഇപ്പം നമ്മളൊന്ന് അനുഭവിക്കുകയാണ്, ഈ തലമുറ അനുഭവിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഹൈഡ്രൽ പ്രോജക്റ്റുകൾ വരെ പെർമിഷൻ, നിങ്ങളുടെയൊക്കെ സഹകരണം ഉണ്ടെങ്കിൽ പ്രോജക്റ്റുകൾ പൂർത്തിയാക്കി വേഗം ചെയ്താൽ നമുക്ക് ഈ പ്രശ്നമേ തീരും. അതാണ് എനിക്ക് പറയാനുള്ളത്. മിസ്റ്റർ, ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ പവർ കട്ടില്ലാത്ത 10 വർഷങ്ങൾ എന്നുള്ളത് ആവർത്തിച്ച് പറഞ്ഞതാണ്. അതുകൊണ്ടാണിപ്പോൾ അപ്രഖ്യാപിത പവർ കട്ട് എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷവും പറയുന്നത്. അല്ല, പ്രചരണമായതുമില്ല. ഞങ്ങൾ പ്രഖ്യാപിത പവർ കട്ടില്ല. ഓവർലോഡ് വരുമ്പോൾ ഡ്രിപ്പാകുന്നതേ ഉള്ളൂ. നിങ്ങളിപ്പോൾ 10 AC വയ്ക്കുന്നതിൻ്റെ ഇവിടെ 100 AC ഒന്നിച്ച് ഓടാൻ തുടങ്ങിയാൽ അത് ഓവർലോഡ് ആകുമല്ലേ? ഓവർലോഡ് ആകുമ്പോൾ ഡ്രിപ്പാകുമല്ലോ. അതേ നടക്കുന്നത്, അല്ലാണ്ട് പവർ കട്ടൊന്നുമില്ല. അങ്ങ് ഈ കാലാവസ്ഥയുടെ കാര്യം പറഞ്ഞു. ഓരോ വർഷവും ഓരോ തരത്തിൽ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ വേനലിനെ നേരിടാനുള്ള KSEB തയ്യാറെടുപ്പിനെ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ വിമർശിക്കുന്നുണ്ടല്ലോ. ബാറ്ററി സ്റ്റോറേജ് നിലയങ്ങൾ വേനലിന് മുമ്പ് ഒരുക്കിയിരുന്നെങ്കിൽ ഈ വൈദ്യുതി സറണ്ടർ ചെയ്യാതെ ശേഖരിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ പറയുന്നത്. ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം താരതമ്യേന ചിലവേറിയതാണ്. എന്നാൽ ആയത് പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം ഗ്രാൻഡ് അനുവദിച്ച ഉത്തരവിറക്കിയപ്പോൾ ആദ്യം തന്നെ പ്രപ്പോസൽ നൽകുകയും ഗ്രാൻഡ് അനുവദിച്ച് കിട്ടുകയും ചെയ്തു. ചുരുക്കം സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. ഇതിനോടകം തന്നെ 1500 മെഗാവാട്ട് പവർ ശേഷിയുള്ള പദ്ധതിക്കാണ് പ്രവർത്തനാനുമതി, മണിക്കൂർ ശേഷിയുള്ള പദ്ധതിക്കാണ് പ്രവർത്തനാനുമതി നൽകിയിട്ടുള്ളത്. ആയത് 2026-27 പൂർത്തീകരിക്കും. ഇത് പൂർത്തിയാകുന്നതോടെ അടുത്ത വേനലിൽ പ്രതിസന്ധി ഉണ്ടാകില്ല. ഉപഭോക്താക്കൾക്ക് മുൻ സാമ്പത്തിക ബാധ്യത വരാതിരിക്കാൻ ഈ കഴിഞ്ഞ മാസങ്ങളിൽ വലിയ തോതിലുള്ള വൈദ്യുതി കൈമാറ്റ കരാറുകളാണ് നടപ്പിലാക്കിയത്. ആയതിൽ 200 മെഗാവാട്ട് കരാർ നാളെ അവസാനിക്കും. നമ്മൾ മിച്ചമുണ്ടാകുമ്പോൾ അങ്ങോട്ട് കൊടുത്തത് തിരിച്ചു കിട്ടി, അത് കഴിഞ്ഞു. 200 മെഗാവാട്ടിൻ്റെ കരാർ നാളെ അവസാനിക്കുകയാണ്. ഈ സൗരോർജ്ജ വൈദ്യുതി ഉൽപ്പാദനം കൂടിയതുകൊണ്ട് KSEBക്ക് കിട്ടുന്ന വൈദ്യുതി പാഴാകുകയാണ് എന്നൊരു വാദം കൂടിയുണ്ട്. 1 കോടി യൂണിറ്റ് വരെ സറണ്ടർ ചെയ്തു എന്നാണ് പറയുന്നത്. അതല്ല, സറണ്ടർ ചെയ്താൽ നമുക്ക് കിട്ടും. അതല്ല, ഇവിടെ 3 കിലോവാട്ടിന് വരെയാണ് ഈ മീറ്ററുള്ളത്, നെറ്റ് മീറ്ററുള്ളത്. അതിപ്പോൾ 5 കിലോവാട്ട് പോയി 20 കിലോവാട്ട് വരെ സംഭവിച്ചാൽ പിന്നെ നമ്മൾ പകൽ ഉൽപ്പാദിക്കുന്നത് രാത്രി മൈനസ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? നമുക്ക് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടല്ലേ? 2 രൂപയ്ക്കും 2 രൂപ 2.5 രൂപയ്ക്ക് 1.5 രൂപയ്ക്കും കിട്ടുന്ന ഇലക്ട്രിസിറ്റിയെ രാത്രി ഉപയോഗിക്കുമ്പോൾ 15 രൂപയ്ക്കും 12 രൂപയ്ക്കും മേടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അത് കിഴിക്കുകയാണല്ലോ. അപ്പോൾ 15 രൂപയ്ക്ക് മേടിച്ചതിന് കിഴിക്കുകയല്ലേ? അങ്ങനെയുള്ള ഒരു പ്രതിസന്ധി വരുന്നുണ്ടല്ലോ. ഈ ബസ് പൂർത്തിയാക്കിയിരുന്നെങ്കിൽ ഈ വൈദ്യുതി ശേഖരിച്ച് രാത്രി ഉപയോഗിക്കാമായിരുന്നല്ലോ. രാത്രിയിൽ ജനം വലയുന്നുണ്ട് ഈ കൊടും ചൂടിൽ. അപ്പോൾ അങ്ങ് പറയുന്നത് രാത്രിയും പകലുമൊക്കെ ജനങ്ങളോട് സഹകരിക്കാനാണ്. അല്ല, അത് ഗ്രാൻഡൊക്കെ കിട്ടണ്ടേ? അതിന് ചിലവ് താങ്ങാത്തതാണ്. അതുകൊണ്ട് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സമ്മതം കിട്ടിയുള്ളൂ. കിട്ടിയ ഉടനെ തന്നെ നമുക്കാണ് കേരളത്തിൽ, ഇന്ത്യയിൽ ആദ്യം കിട്ടിയിരിക്കുന്ന 2-3 സ്റ്റേറ്റിൽ നമുക്കാണ് കിട്ടിയിരിക്കുന്നത്. ഇനി അതിൽ മീത് എങ്ങനെ ചെയ്യാൻ പറ്റുക? കേന്ദ്ര ഗവൺമെൻറ് നയം കൂടി ഉണ്ടല്ലോ. അല്ലെങ്കിൽ സ്റ്റോറേജിൽ നമ്മൾ വില കൊടുത്ത് മേടിച്ചിട്ട് ഗ്രാൻഡില്ലാണ്ട് മേടിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് താങ്ങില്ല ചിലവ്. ജനം ഇപ്പോൾ ഉഷ്ണത്തിൽ വലയുമ്പോൾ ഈ ഉപഭോഗം കുറയ്ക്കണമെന്ന് പറയുന്നത് എത്രത്തോളം പ്രായോഗികമാണ് മിനിസ്റ്റർ? ഇലക്ട്രിസിറ്റി കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട്, മനസ്സിലായാലേ? ഒരു നിയന്ത്രണം കൊണ്ടുവരണ്ടേ? വൈകുന്നേരത്ത് മറ്റേ ഇഞ്ചക്ഷൻ കുക്കർ ഉപയോഗിക്കാണ്ടിരുന്നതല്ലേ? ഗ്രൈൻഡർ ഓട്ടാട്ടിരുന്നില്ലേ? വാഷിംഗ് മെഷീൻ ഓട്ടാതിരുന്ന കഴിഞ്ഞില്ലേ? 4 AC വീട്ടിലുണ്ടാകുമ്പോൾ 2 AC എങ്കിലും
ഓഫാക്കാൻ പറ്റുന്നതെങ്കിൽ സാധിക്കുമെങ്കിൽ ഓഫാക്കണ്ടേ. അപ്പം അനാവശ്യമായി നമ്മൾ ഉപയോഗിക്കുന്നത് കുറേ ഒരു നിയന്ത്രണം വന്നാൽ നമുക്ക് മറ്റേ ഡ്രിപ്പാകുന്നത് മാറും. ഡ്രിപ്പാകുന്നത് മാറിയാൽ തന്നെ നമുക്ക് പവർ കട്ടിൻ്റെ അല്ലെങ്കിൽ പവറിൻ്റെ തടസ്സം തന്നെ ഇല്ലാതെയാവും. ഈ വൈദ്യുതി നിരക്ക് ഇപ്പോൾ തന്നെ പൊള്ളുന്ന അവസ്ഥയിലാണ്. ഇനിയും കൂടാൻ സാധ്യതയുണ്ടോ? മറ്റ് നിരക്കുകളെ വെച്ച് നോക്കിയാൽ എന്താണ് സ്ഥിതി? അതിനെക്കുറിച്ച് ആരും ഒന്നും പറയുന്നില്ലല്ലോ. ഇപ്പോൾ നമുക്ക് വൈദ്യുതി നിരക്ക് കമ്മിയുള്ള ഒരു സ്ഥലം കിട്ടും, അണുശക്തി വകുപ്പിൽ. തോറിയം നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ. അത് സമ്മതിക്കില്ലല്ലോ നമ്മൾ. ₹1 താഴെ ഇലക്ട്രിസിറ്റി ചാർജ് വരുള്ളൂ. 200 കൊല്ലത്തേക്ക് ഇന്ത്യക്ക് വേണ്ട ഇലക്ട്രിസിറ്റി ഉണ്ടാക്കേണ്ട തോറിയം കേരളത്തിലുണ്ട്. ഇപ്പോൾ കൽപ്പാക്കത്ത് സക്സസ്സായി. അത് നമുക്കൊന്ന് തുടങ്ങിയാൽ നമ്മുടെ ദാരിദ്ര്യമേ മുഴുവനക്കും ഏറ്റവും ചീപ്പായിട്ട് ഇലക്ട്രിസിറ്റി കിട്ടുകയും ചെയ്യും. അതിന് ആരാ തടസ്സം? ഇവിടുത്തെ മാധ്യമങ്ങൾ തന്നെ അതിന് തടസ്സവും നിൽക്കും. ശരി, മാധ്യമങ്ങളെയാണ് അങ്ങ് വിമർശിക്കുന്നത്. വളരെ നന്ദി. ഈ ഘട്ടത്തിൽ വലിയ വിമർശനം സർക്കാരുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ഘട്ടത്തിൽ ഇങ്ങനെ കാര്യങ്ങൾ വിശദീകരിക്കാൻ എത്തിയതിന് വളരെ നന്ദി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.